ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. സൗന്ദര്യലഹരി മംഗളാചരണം. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 29ാമത്തെ ശ്ലോകം. അമ്മയുടെ കാതിലുള്ള ആ കുണ്ടലങ്ങളുടെ പാതിവൃത്യ ശക്തി കൊണ്ട് മഹാദേവനെ ഒരു കാലത്തും ഒരു നാശവും സംഭവിക്കുന്നില്ല എന്ന് സാരം പറഞ്ഞു വെച്ചു. നമുക്ക് 29ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. കിരീടിം വൈരിഞ്ചം പരിഹരപുരകൈഡബഭിദഃ കഠോരേ കോടീരേ സ്ഖലസി ജഹി ജംഭാരിമകുടം പ്രണമ്യേഷു പ്രസഭമുപയാദസ്യ ഭവനം ഭവാസ്യഭ്യുത്ഥാനേ തവ പരിജനോക്തിർവിജയതേ. കിരീടം വൈരിഞ്ചം പരിഹര പുരഃ കൈഡഭ വിദഃ കഠോരേ കോടീരേ സ്ഖലസി ജഹി ജംഭാരിമകുടം പ്രണമ്യേഷു ഏതേഷു പ്രസഭം ഉപയാത അസ്യ ഭവനം ഭവസ്യ അഭ്യുത്ഥാനേ തവ പരിജനോക്തിർ വിജയതേ. പദ അർത്ഥം പറയാം. ത്വം നിന്തിരുവടി, പുരഃ അഗ്രഭാഗത്തിൽ, വൈരിഞ്ചം ബ്രഹ്മാവിനെ സംബന്ധിച്ചതായ, കിരീടം കിരീടത്തെ പരിഹരിച്ചാലും, അതായത് ഒഴിഞ്ഞു മാറിയാലും എന്ന് പറയുന്നു. കൈഡഭവിധ വിഷ്ണുവിൻ്റെ കഠോരെ കഠിനമായ കോടീരെ കിരീടത്തിൽ സ്ഖലസി തട്ടി വീഴുമോ ജംഭാരി എന്ന് ഭയക്കുന്നു. ജംഭാരിമകുടം ഇന്ദ്രൻ്റെ കിരീടത്തെ ഒഴിഞ്ഞു മാറണമേ. ഇത് എന്നിങ്ങനെ ഏതേഷു ഈ ബ്രഹ്മ വിഷ്ണു ദേവന്മാർ പ്രണമേഷു നമസ്കരിക്കുന്ന സമയത്തിങ്കൽ ഭവനം ഉപായാതസ്യ ഭവനത്തിൽ എഴുന്നള്ളിയ ഭവസ്യ അങ്ങയുടെ പരമശിവൻ്റെ പ്രസഭം പെട്ടെന്ന് ഉള്ള തവ നിന്തിരുവടിയുടെ അഭ്യുത്ഥാനത്തിങ്കൽ പെട്ടെന്ന് എഴുന്നേറ്റാലേ പരിജനോക്തി പരിജനങ്ങളുടെ വാക്ക് വിജയതയെ സദ്വോത്കർഷേണ വർത്തിക്കുന്നു. ഇവിടെ എന്താ പറയുന്നത്? അല്ലയോ ഭഗവതി, നിന്തിരുവടി പുരോഭാഗത്തിൽ ബ്രഹ്മദേവൻ്റെ കിരീടത്തെ ഒഴിഞ്ഞു പോകണമേ. അതായത് മുമ്പൊരു ശ്ലോകത്തിൽ പറഞ്ഞു, ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ കിരീടം കൊണ്ട് നീരാജനം ചെയ്യുന്നു ഭഗവതിയുടെ പാദത്തിങ്കൽ എന്ന് പറഞ്ഞു. അതുപോലെ ഇവർ നമസ്കരിച്ചിരിക്കുക അവിടെ ആ കിരീടത്തോടു കൂടി. അപ്പോഴെവിടെ പറയാ, അല്ലയോ ഭഗവതി, നിന്തിരുവടി പുരോഭാഗത്തിൽ ബ്രഹ്മദേവൻ്റെ കിരീടത്തെ ഒഴിഞ്ഞു പോകണമേ. അങ്ങയുടെ പാദത്തിൻ്റെ മുകൾ ഭാഗത്ത് ബ്രഹ്മദേവൻ്റെ കിരീടത്തെ മാറ്റി വെക്കണേ. വിഷ്ണുദേവൻ്റെ കഠിനമായ കിരീടത്തിൽ തട്ടി വീഴരുതേ. ആരാ വീഴരുതേ? ഭഗവതി. ദേവേന്ദ്രൻ്റെ കിരീടം ഒഴിഞ്ഞു മാറിപ്പോകണമേ എന്നിങ്ങനെ ഭവനത്തിൽ എഴുന്നള്ളിയ പരമശിവനെ കുറിച്ച്, സ്വന്തം ഭർത്താവായ പരമശിവൻ ഭവനത്തിൽ എഴുന്നള്ളുമ്പോൾ പെട്ടെന്നുള്ള നിന്തിരുവടിയുടെ അഭിമുഖോത്ഥാനത്തിൽ, ഉത്ഥാനം പറഞ്ഞ് എഴുന്നേൽക്കുക, നേരിട്ട് പെട്ടെന്നുള്ള എഴുന്നേൽക്കൽ, പെട്ടെന്ന് എതിരേറ്റ് ചെല്ലുമ്പോൾ, ഭഗവാനെ സ്വീകരിക്കാൻ എഴുന്നേറ്റ് ചെല്ലുമ്പോൾ അവിടുത്തെ പരിജനങ്ങളുടെ സംഭാഷണം സദ്വോത്കർഷേണ വർത്തിക്കുന്നു. അവിടെ പരിജനങ്ങളായിട്ടുള്ളവരുടെ ദേവേന്ദ്രന്മാരുടെയും ബ്രഹ്മാവിഷ്ണുവിൻ്റെയും ദേവേന്ദ്രൻ്റെയും കിരീടത്തെ തട്ടി അമ്മക്ക് വല്ല ബുദ്ധിമുട്ടും സംഭവിച്ചു പോകല്ലേ എന്ന് ശങ്കരാചാര്യർ ശങ്കിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതായത് ഭഗവതിയുടെ ഭർത്താവായ പരമശിവൻ
ഭവനത്തിലേക്ക് എഴുന്നള്ളുമ്പോൾ ഭഗവതി പെട്ടെന്ന് എഴുന്നേറ്റ് സ്വീകരിക്കും. അപ്പോൾ ഇവർ മൂന്നാളും പാദത്തിൽ കിരീടം താഴ്ത്തിയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ഒന്ന് തട്ടിയിട്ട് അമ്മക്ക് ഒരു ബുദ്ധിമുട്ടും വന്നു പോയല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു ശങ്കരാചാര്യർ. നമ്മൾക്കും അതുപോലെ തന്നെ ചെയ്യാം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമുക്കെല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കായേന വാച മനസേന്ദ്രിയർവ്യാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേൻ സ്വഭാവാത് കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ശ്രീമഹാദേവ്യേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താനായേണ മാർഗേണ മഹിമഹേശ ഗോബ്രാഹ്മണേഭ്യം സുമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യേ നമഃ. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.